നമസ്കാരം. കൂവി തോൽപ്പിക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ചില ശൈലീ പ്രയോഗങ്ങൾ നടത്താറുണ്ട്. ഇവിടെ NDA BJP സ്ഥാനാർത്ഥികൾക്കെതിരെ അതിരൂക്ഷമായ സൈബർ അറ്റാക്കാണ് CPM സൈബർ ഹാൻഡിലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും യുവാക്കളും യുവതികളുമായ NDA സ്ഥാനാർത്ഥികൾക്ക് എതിരെ യാതൊരു നാണവുമില്ലാത്ത തരത്തിൽ അവരെ വ്യക്തിപരമായും അവരെ കുടുംബപരമായും ഒക്കെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള അതിക്രൂരമായ സൈബർ അറ്റാക്കാണ് CPM പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് തുടരുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. കൃത്യമായി NDA ഇതിന് പരാതി നൽകും എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഒരുപാട് തർക്ക വിതർക്കങ്ങൾ ഉണ്ടായ ഒരു മണ്ഡലമാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെയൊക്കെ തന്നെ തീരുമാനിക്കാൻ അല്പം വൈകി. ഇവിടെ നേരത്തെ വീണ നായർ എന്ന് പറയുന്ന ഒരു ലേഡിയായിരുന്നു സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. അവർക്ക് വോട്ടില്ലാത്തത് കൊണ്ട് ആതിര എന്ന ഒരു പെൺകുട്ടി, 25 വയസ്സോ മറ്റേ ഉള്ളൂ. അവർ ഈ ഒരു മാധ്യമ പ്രവർത്തക ആയിരുന്നു, അതുപോലെ തന്നെ അധ്യാപികയായിരുന്നു. അവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദധാരിണിയാണ്. അവർ അതിശക്തമായി, അവർക്ക് രാഷ്ട്രീയമൊന്നും അറിയില്ല, പക്ഷേ അവർ അതിശക്തമായി ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട്. ജനങ്ങളുമായി, പ്രത്യേകിച്ചും സ്ത്രീകളുമായിട്ടും അതുപോലെ യുവാക്കളുമായിട്ടും ഒക്കെ സംവദിക്കുന്നുണ്ട്. അവർക്ക് സമൂഹ മാധ്യമത്തിലൊക്കെ ധാരാളം ഫോളോവേഴ്സും ഉണ്ട്. ഇത് മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ സൈബർ ആക്രമണം ഇവർക്കെതിരെ വ്യാപിപ്പിച്ചിരിക്കുന്നത്. വളരെ മോശം രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരി ഒരു സ്ത്രീ എന്നതുപോലും പരിഗണിക്കാതെ കൃത്യമായി അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അവരെ മോശക്കാരിയാക്കാൻ ശ്രമിച്ചുകൊണ്ട്, അവരെ നാണം കെടുത്താൻ ശ്രമിച്ചുകൊണ്ട്, അവർക്കെതിരെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് CPM സൈബർ ഗുണ്ടകൾ ഈ വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ വിഷയത്തിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് കോട്ടയം ജില്ലയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉടൻ തന്നെ പരാതി നൽകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് CPMന്റെ ഒരു നയമാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കൂവി തോൽപ്പിക്കുക. നല്ല ഒരു പാട്ട് ഒരാൾ പാടിയാൽ കൈയടിക്കുന്നവരും ഉണ്ടാകും, കൂവുന്നവരും ഉണ്ടാകും. കൂവുന്നവർക്ക് എന്തായാലും സംസ്കാരമില്ല, നാണമില്ല, ആ നല്ല പാട്ട് ആസ്വദിക്കാനുള്ള മനസ്സില്ല. ആ പാടിയ വ്യക്തിയോട് യാതൊരു തരത്തിലുള്ള ബഹുമാനമോ കരുതലോ സ്നേഹമോ ഇല്ല എന്നത് വ്യക്തം. മനഃപൂർവ്വം കൂവി തോൽപ്പിക്കുകയാണ്, ശത്രുത മാത്രം. രാഷ്ട്രീയത്തിൽ ശത്രുതയും മറ്റു കാര്യങ്ങളും ഒക്കെ ആപേക്ഷികമാണ്. ആരോഗ്യപരമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. NDA കൂടുതൽ വോട്ടുകൾ നേടും, അല്ലെങ്കിൽ NDAക്ക് ഒരു വിജയസാധ്യതയുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന് വിജയസാധ്യതയുണ്ട് എന്ന് കണ്ടാൽ അവരെ മാക്സിമം നാണം കെടുത്തും. നാണം കെടുത്തിയിട്ട് പറ്റിയില്ലെങ്കിൽ തല്ലി തോൽപ്പിക്കും. ഇപ്പൊ തൃക്കരിപ്പൂര് കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ വിശകലനത്തിൽ പറയുന്നത് കേട്ടു. തൃക്കരിപ്പൂര്, കാസർഗോഡ് തൃക്കരിപ്പൂര് CPMന്റെ മണ്ഡലമാണ്. അവിടെ VPP മുസ്തഫ എന്ന് പറയുന്ന ഒരു CPM ഗുണ്ടയാണ് മത്സരിക്കുന്നത്. ഇയാൾക്ക് എതിരെ മത്സരിക്കുന്നത് സന്ദീപ് വാര്യരാണ്. അപ്പം സന്ദീപ് വാര്യർ അവിടെ പോയി കഴിഞ്ഞാൽ അടികിട്ടും എന്നുള്ള ചില വിലയിരുത്തലുകളൊക്കെ കണ്ടു. അങ്ങനെയാണ് CPM സ്ഥാനാർത്ഥികളെ, എതിർ സ്ഥാനാർത്ഥികളെ തല്ലുക, ജയിക്കുകയാണെങ്കിൽ കൂടുതൽ തല്ലുക, തോക്കുകയാണെങ്കിലും തല്ലുക, ഭീഷണിപ്പെടുത്തുക, ഇതുപോലെ നാണം കെടുത്തുക. ഇതൊക്കെ ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. അതാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നാണം കെട്ട ഒരു രാഷ്ട്രീയ വർഗം എന്നൊന്നും പറയാൻ പറ്റില്ല, ഇത്രയും നാണം കെട്ട ഒരു വിഭാഗം ഇന്ത്യയിൽ തന്നെ ഉണ്ടാകില്ല. ഇത്രയും നെറികെട്ട, ഇത്രയും ചതിയന്മാരായ, ഇത്രയും ശരിക്കും ഇവരാണ് വർഗവഞ്ചകർ. മനുഷ്യവർഗത്തെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്ന വർഗവഞ്ചകർ ശരിക്കും CPM ആണ്, CPMന്റെ നേതാക്കളാണ്. എന്നിട്ടാണ് G സുധാകരനെ കയറി വർഗവഞ്ചകൻ എന്നൊക്കെ വിളിക്കുന്നത്. ശരിക്കും മനുഷ്യവർഗത്തെ, അതാണായാലും പെണ്ണായാലും സ്ത്രീകളെ അടക്കം അപമാനിക്കുകയും വഞ്ചിക്കുകയും ചതിക്കുകയും പരിഹസിക്കുകയും തല്ലിക്കൊല്ലുകയും ഗുണ്ടായിസം കാണിക്കുകയും ചെയ്യുന്ന CPM എന്ന പാർട്ടി നാണം കെട്ട പാർട്ടി, നെറികെട്ട പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിൽ അധപ്പതിച്ച പാർട്ടിയായി CPM മാറുന്നു. അതിന്റെ വ്യക്തമായി അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.